ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ടൊരു കിടിലൻ ഈവനിങ് സ്നാക്ക് ആയാലോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചക്കക്കുരുവാണ് കേട്ടോ. നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചക്കക്കുരുവിനെ കുറച്ച് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചക്കക്കുരു ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ലേശം ഒന്ന് ഉപ്പിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുത്താണ്. അപ്പോൾ ഈ വേവിച്ചെടുത്ത ചക്കക്കുരുയുടെ മുകളിലുള്ള ആ തൊലി ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു മാറ്റണം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും തോലൊന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇടിമുട്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കക്കുരുവൊക്കെ നല്ല പോലെ തന്നെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാതും നന്നായിട്ട് തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കനം കുറച്ച് ചെറുതായി വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിപ്പൊക്കവടയ്ക്കൊക്കെ എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് ആ ഒരു രീതിക്കാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈവച്ച് തന്നെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് മുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുത്ത് കൈവച്ച് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് നല്ല പോലെ തന്നെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഉരുളകളാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാതും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോൾസാക്കി എടുക്കുമ്പോൾ കയ്യിൽ നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ബോൾസാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അധികം എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ചക്കക്കുരുവൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചുട്ടെടുക്കാം. വേഗത്തിൽ ഒരു ബ്രൗൺ കളറായി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോന്നിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓരോ ഭാഗം വെന്ത് വരുമ്പോൾ പതുക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. മൊത്തത്തിൽ ഇങ്ങനെ കുത്തി ഇളക്കരുത്. ഓരോന്നും പതുക്കെ വേണം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മഴയുടെയൊക്കെ സമയമാണ്. ഈ ഒരു മഴയത്ത് നമുക്ക് ഒരു ചൂട് കട്ടൻ്റെ കൂടെ ഇതുപോലെ ഒരു എണ്ണക്കടിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതും ചക്കക്കുരുവൊക്കെ വെച്ചിട്ട് വെറൈറ്റിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.